നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കം 9 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ബി.ജെ.പി. പ്രഖ്യാപിച്ചു. ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും. കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. കിരൺ ചൗധരി ഹരിയാന, മമത മോഹൻദ ഒഡീഷ, രാജീവ് ഭട്ടാചാർജി ത്രിപുര, ധൈര്യശീൽ പാട്ടിൽ മഹാരാഷ്ട്ര, മനൻകുമാർ മിശ്ര ബീഹാർ, മിഷൻ രഞ്ജൻ ദാസ് അസം, രാമേശ്വർ തെലി എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. 12 രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 3-ന് നടക്കും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഓഗസ്റ്റ് 14 മുതൽ 21 വരെ പുരോഗമിക്കുകയാണ്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിറ്റിംഗ് അംഗങ്ങളായ കേന്ദ്രമന്ത്രിമാർ പീയൂഷ് ഗോയൽ, സർബാനന്ദ സോനോവാൾ, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരുടേതടക്കം 10 സീറ്റുകളിൽ ഒഴിവ് വന്നിരുന്നു. തെലങ്കാനയിലെയും ഒഡീഷയിലെയും 2 സീറ്റുകളിലേക്കും ഒഴിവ് വന്നു. ഈ ഉപതെരഞ്ഞെടുപ്പോടെ രാജ്യസഭയിൽ എൻ.ഡി.എക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടായി രാജ്യസഭയിൽ സർക്കാരിന് ബില്ലുകൾ പാസാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തിന്റെ അംഗബലം തടസ്സമായിരുന്നു. നവീൻ പട്നായിക്കിന്റെയും ബിജു ജനതാദൾ, വൈ.എസ്. ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് എന്നീ എൻ.ഡി.എ ഇതര കക്ഷികളുടെ പിന്തുണയോടെയാണ് സർക്കാർ ബില്ലുകൾ രാജ്യസഭയുടെ കടമ്പ കടന്നിരിക്കുന്നത്. ഒഡീഷയിൽ 24 വർഷത്തിനു ശേഷം അധികാരം നഷ്ടമായ ബി.ജെ.ഡി. ഇപ്പോൾ ബി.ജെ.പിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ബി.ജെ.ഡിക്ക് രാജ്യസഭയിൽ 8 അംഗങ്ങളാണുള്ളത്. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന് കൈകൊടുത്ത പശ്ചാത്തലത്തിൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ പിന്തുണ ഇനി കിട്ടുമോ എന്നും സംശയമാണ്. 229 അംഗ രാജ്യസഭയിൽ എൻ.ഡി.എക്ക് 105 എം.പിമാരുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 6 അംഗങ്ങൾ കൂടിയാകുമ്പോൾ എൻ.ഡി.എക്ക് കരുത്ത് 111 ആകും. 115 ഭൂരിപക്ഷത്തിന് വേണ്ടത്. 4 അംഗങ്ങളുടെ കുറവ് 12 സീറ്റിൽ 11-ൽ ജയിക്കാമെന്നാണ് എൻ.ഡി.എ കണക്ക് കൂട്ടുന്നത്. അതോടെ എൻ.ഡി.എക്ക് 122 അംഗങ്ങളാകും. ബി.ജെ.പി 9 സീറ്റിലും സഖ്യകക്ഷികളായ ഉപേന്ദ്ര കുശ്വാഹയുടെ ആർ.എൽ.പിയും അജിത് പവാറിന്റെ എൻ.സി.പിയും ജയിച്ചു കയറിയേക്കും. കോൺഗ്രസിന് രാജ്യസഭയിൽ 26 അംഗങ്ങളും സഖ്യകക്ഷികൾക്ക് 58 അംഗങ്ങളും. ഇന്ത്യ സഖ്യത്തിന് ആകെ 84 സീറ്റ്. 1 സീറ്റ് കൂടുതൽ കിട്ടിയാൽ 85 ആകും അംഗബലം.